ഹലോ. ഇന്നത്തെ വീഡിയോ ബ്രൈഡ്സിന് വേണ്ടിയുള്ളതാണ്. ബ്രൈഡ്സിന് മാത്രമല്ല, ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് റെഡിയാകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ. അപ്പം നമ്മുടെ എല്ലാ ആഗ്രഹമാണല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ കല്യാണത്തിന് നല്ലൊരു ലുക്കിൽ നമ്മൾ നിൽക്കണം, നമ്മളായിരിക്കണം ഏറ്റവും ലുക്കിൽ നിൽക്കണം എന്ന് അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാനൊരു ന്യൂലി മാരീഡ് ആയതുകൊണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറ്റിയ കുറച്ച് മിസ്റ്റേക്സുകളും നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സ്, അതായത് നമ്മുടെ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ് കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇതെന്താ ഇത്ര പോയിന്റ്, ഇത് നമ്മൾക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. അതെന്തായാലും നമ്മൾ കറക്റ്റായിട്ട് മെഷർമെന്റ് ഒക്കെ കൊടുത്ത് ട്രയലൊക്കെ നോക്കിയിട്ട് അതെന്തായാലും ആർക്കും തെറ്റാനായിട്ട്, അതായത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണല്ലോ അതെന്ന്. പക്ഷെ അങ്ങനല്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ അടുത്ത്, പ്രത്യേകിച്ച് പെൺപിള്ളേരുടെ അടുത്ത്, ബ്രൈഡ്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കൂ. അവർ പറയും ഒരു 2 വീക്സ് മുന്നേ അല്ലെങ്കിൽ 3 വീക്സ് മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെച്ച കറക്റ്റ് സൈസിലുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സ് കല്യാണത്തിൻ്റെ അന്ന് ഇട്ട സമയത്ത് അവർക്ക് ലൂസായിരുന്നു അല്ലെങ്കിൽ ടൈറ്റ് ആയിരുന്നു എന്നൊക്കെ അവർ പറയുന്നത് കേൾക്കാം. എനിക്കും ഇത് തന്നെയായിരുന്നു. കാരണം എൻ്റെ മനസ്സമ്മതത്തിൻ്റെ ബ്ലൗസ് അന്ന് രാവിലെ ഇട്ടപ്പം എനിക്ക് ഭയങ്കര ലൂസായിരുന്നു. 2 വീക്സ് മുന്നേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ച സാധനമാണ്. ഭയങ്കര ലൂസായിരുന്നു. നമുക്കറിയാം സാരി നല്ല വൃത്തിയായിട്ട് കുത്തി നല്ല വൃത്തിയായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ബ്ലൗസ് നല്ല ടൈറ്റ് ആയിരിക്കണം, എന്നാലും നല്ല ഷേപ്പിലിരിക്കുകയുള്ളൂ. അതെനിക്ക് അപ്പം അറിയില്ലായിരുന്നു. പക്ഷെ എന്തായാലും അത് കുളമായി. അപ്പം ആ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വന്ന പോയിന്റ് ഈ ഒരു കാര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് നമ്മളൊരു 2 വീക്സ് മുന്നേ അല്ലെങ്കിൽ ഒരു 1 വീക്ക് മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെച്ച സാധനം എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമ്മുടെ അളവ് മാറി ലൂസാവോ ടൈറ്റ് ആവോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? കല്യാണത്തിൻ്റെ സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ പെൺപിള്ളേർക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് എന്ന് പറയാം. അതുപോലത്തെ ഒരു ടൈമാണ്. സങ്കടവും വരും, അതുപോലെ സന്തോഷവും വരും, അങ്ങനെ എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ അത് നമ്മുടെ ബോഡീനെ ബാധിച്ച് നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കുറയുന്നതാണ്. വെയിറ്റ് കുറയല്ല, ചിലപ്പം കൂടുകയോ ചെയ്യാം. അത് നമ്മൾ അറിയാണ്ട് തന്നെ സംഭവിക്കും. ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൂടുതൽ പേരും ചെയ്യുന്നവരായിരിക്കും കല്യാണത്തിൻ്റെ സമയത്തൊക്കെ. അവർക്ക് പക്ഷെ മനസ്സിലാവും ചിലപ്പോൾ അവരുടെ അളവ് മാറാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയത്തില്ല എന്താണ് ഈ ചേഞ്ചസ് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മുടെ ഡ്രസ്സ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണെങ്കിൽ പോലും നമ്മുടെ കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ ഒരു 2 ഡേയ്സ് മുന്നേ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ദിവസം ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കറക്റ്റ് മെഷർ കറക്റ്റ് സൈസ് ആണോ എന്നൊന്നും കൂടി ഉറപ്പുവരുത്തുക. അത്രേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ് ഷൂസ് അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പ് എന്താണേലും അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ഭംഗി മാത്രം നോക്കിയാൽ പോരാ, അത് നമ്മുടെ കാലിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കണം. നമുക്കറിയാം ഈ കല്യാണത്തിൻ്റെയൊക്കെ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഭംഗിയുള്ളതായിരിക്കും. പ്രത്യേകിച്ച് ഗേൾസിന് കുറച്ച് വർക്കൊക്കെ ഉള്ള ഇതാണ് കൂടുതൽ ആൾക്കാരും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിൽ ആ സ്റ്റോൺസോ അല്ലെങ്കിൽ അതിൻ്റെ ആ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആക്ച്വലി അത്. അത് നമ്മുടെ കാലിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒക്കെയാണ്. ക്രിസ്ത്യൻ ബ്രൈഡ്സിനല്ല, എല്ലാ ബ്രൈഡ്സിനും ഗ്രൂമിനും ഒക്കെ ഒരു ഫുൾ നിൽക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കാലിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടോ, കാലിന് അത് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം ചെരുപ്പ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ചെരുപ്പാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനിയുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പറയാം, കാരണം എല്ലാവർക്കും അറിയാവുന്ന പോയിന്റുകളാണ്. ഹെയർ സ്റ്റൈലിനെ പറ്റിയാണ്. ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചേരുന്ന ഹെയർ സ്റ്റൈൽ ആണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുക തന്നെ വേണം. മാക്സിമം നിങ്ങൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് മാത്രം അത് നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനി കൂടുതൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചില ആൾക്കാർ പറയും ഇത് കുഴപ്പമില്ല, നമുക്ക് ഇത് തന്നെ ചെയ്യാം, ഇത് ട്രയൽ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇത് തന്നെ വേറെ സ്ഥലത്ത് ചെയ്തിട്ടുള്ളതാണ്, അങ്ങനെയൊക്കെ അവർ നമ്മളെ എന്താ പറയുക കൺവിൻസ് ചെയ്യാൻ നോക്കും. പക്ഷെ മാക്സിമം നിങ്ങൾ ഹെയർ സ്റ്റൈൽ ട്രയൽ ചെയ്ത് നോക്കുക. ഇനി ഒരു രക്ഷയില്ല, അവർ പറയാണ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് അവർ തന്നെ വേണം എന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഹെയർ സ്റ്റൈൽസ് ചൂസ് ചെയ്യുക. നമ്മൾ വേറെ ഏതെങ്കിലും ചെയ്യാത്തത് ചെയ്ത് അത് കുളമായി പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് എന്തെങ്കിലും എടുത്ത് അതുപോലെ തന്നെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ഒരു ലോട്ടറി പോലെ ഇരിക്കും. നമ്മൾ ട്രയൽ ചെയ്യാത്തത് ചിലപ്പോൾ അത് നമുക്ക് നല്ലതായിരിക്കും, ചിലപ്പോൾ അത് നമുക്ക് കുഴപ്പമായിരിക്കും.
അടുത്ത പോയിന്റും എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, പുതിയ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രോഡക്ട്സ് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ കുറേ നമ്മൾ കാണുന്നുണ്ട് ഈ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റും പിന്നെ എന്താണ് വൈറ്റമിൻ സി ടാബ്ലറ്റ് അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നത്. ഇത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ലതല്ലെന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് മാത്രം ഈ സാധനമൊക്കെ യൂസ് ചെയ്യുക. നമുക്കറിയത്തില്ല നമ്മൾ മേടിക്കുന്ന ബ്രാൻഡൊക്കെ നല്ലതാണോ എന്നൊക്കെ. എല്ലാവരുടെയും ഇപ്പം നമ്മൾ ചില വീഡിയോസിൽ കാണുമ്പോൾ ഇത് നല്ലതാണെന്ന്, പക്ഷെ അത് അവരുടെ സ്കിന്നായിരിക്കും നല്ലത്, നമ്മുടെ സ്കിന്ന് നല്ലതാണോ എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്ത്, അല്ല പ്രിസ്ക്രിപ്ഷൻ മേടിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുക. അതായിരിക്കും നല്ലത്. ഡോക്ടറെ കണ്ടിട്ട് മേടിക്കുക ചെയ്യുക. മാക്സിമം റിസ്ക് ഉള്ള പരിപാടിയൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ഇറിറ്റേറ്റഡ് ആവുന്ന ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആഫ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടുള്ള പ്രോബ്ലംസിനെ പറ്റി, സ്കിൻ കെയറിനെ പറ്റിയിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.